ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ അതിഗംഭീരമായൊരു അപ്ഡേറ്റാണ് നമ്മുടെ സ്വന്തം ദുൽഖർ അല്ലെങ്കിൽ ഡീക്കോ. അദ്ദേഹത്തിൻ്റെ ഐ എം ഗെയിം മൂവിയുടെ പോസ്റ്റർ വന്നു. ഇതെന്താണ് ഈ പുള്ളി കാണിച്ചു വെച്ചിരിക്കുന്നത്? ഈ അപ്പനെ വെല്ലുന്നൊരു മോനാണെന്ന് പറയിപ്പിക്കില്ല മോനെ. മറ്റൊരാൾ അപ്പുറത്തൂടെ ഇന്ത്യൻ സിനിമയും ലോക സിനിമയൊക്കെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ പരീക്ഷ നടത്തിയിട്ട്. സ്വന്തം അച്ഛൻ ഇവിടെ മകനാണെങ്കിലോ ഓരോ പീരിയോഡിക്കൽ മൂവി ചെയ്ത് അവസാനം എന്താ പുതിയൊരു മൂവി വന്നു. അതിൻ്റെ ലുക്കും അതിൻ്റെ വിഷ്വലും എന്തെന്നാണ് മോനെ ദുൽഖർ നീ കാണിച്ചിരിക്കുന്നത്? ഇതൊക്കെ എവിടെ കൊണ്ട് അവസാനിപ്പിക്കും? മലയാളത്തിൽ വേറെ കുറേ കാലം ഇല്ലെന്ന് വെച്ചിട്ട് ഇമാതിരി ഒരു അൾട്ടിമേറ്റ് സാധനം തരില്ല എൻ്റെ പൊന്നെ. ഇത് എന്താണ് ഇത്? അപ്പുറത്തെ പോയി ക്ലാസ് മൂവിയൊക്കെ ചെയ്ത് ഇങ്ങനെ കിടുക്ക ചെയ്തിട്ട് ഇവിടെ ഒരു ആക്ഷൻ സെറ്റ്, അതും ഒരു പക്ക. അയ്യോ എൻ്റെ നഹാസേ, നീ പൊളിക്കൂട്ടോ. നിൻ്റെ ആ ഒരു കോൺഫിഡൻസ് അന്ന് വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാക്കി നമ്മളതാണ്. ദുൽഖർ പിന്നെ അൻപരവ്, എൻ്റെ മോനെ അൻപരവിൻ്റെ ആക്ഷനൊക്കെ പറഞ്ഞാൽ പിന്നെ കിടുക്കാച്ചി ആയിരിക്കും, ഒരു രക്ഷ ഉണ്ടാവില്ല. എന്തായാലും ഈ പടം പൊളിക്കുന്നില്ല, പൊളിച്ചടുക്കും. ഈ ദുൽഖറിൻ്റെ ഈ കിങ് ഓഫ് കൊത്തയിൽ ഉണ്ടാക്കിയ ഒരു ക്ഷീണമുണ്ടല്ലോ, ക്ഷീണമൊന്നുമില്ല, അദ്ദേഹം ആ സിനിമയ്ക്ക് ഇറങ്ങിയ കാശ് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ക്ഷീണമെന്നല്ല, നമ്മൾ ആഗ്രഹിക്കുന്നൊരു വൻ ഹിറ്റ് അതുണ്ടല്ലോ, മറ്റു ഇൻഡസ്ട്രിയിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നതേ ഹിറ്റ്, അതിങ്ങനെ കിട്ടണം. അതിന് വേണ്ടി നമ്മൾ നിൽക്കുന്നത് എന്തെന്ന സാധനമാണിത്? ഒറ്റ പോസ്റ്റ് കൊണ്ട് ഒരു ഇൻഡസ്ട്രീനെ വിറപ്പിക്കാൻ പറ്റും പറഞ്ഞാൽ അതൊക്കെ നിനക്ക് പറ്റുമാണ്. ഈ ഒരു പാൻ ഇന്ത്യ സ്റ്റാർ എന്ന് വെറുതെ ആരും പറഞ്ഞിട്ടില്ല. ഈ പാൻ ഇന്ത്യ സ്റ്റാർ, ഈ റിയൽ പാൻ ഇന്ത്യ സ്റ്റാർ ആരെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ വാക്കിൽ പറയുന്നത് ദുൽഖർ സൽമാൻ. അതിൻ്റെ അപ്പുറത്ത് ഒരു ഇന്ത്യൻ ആക്ടറും ഇല്ല. കാരണം എല്ലാ ഇൻഡസ്ട്രിയിലും പോയി എല്ലാ ഹിറ്റും അടിച്ച് അവിടെ പോയി 100-150 കോടിയൊക്കെ അടിച്ച് എല്ലാ ഇൻഡസ്ട്രിയിലും നായകനായി അഭിനയിക്കും, സെറ്റപ്പായി ചെയ്ത് ഒരേ ഒരു വ്യക്തി, എല്ലാവരുടെയും ഫാൻ ബേസുള്ള ഒരു വ്യക്തി സ്വന്തം ദുൽഖറാണ്. എന്തായാലും ഓൾ ദി ബെസ്റ്റ് മോനെ, പടം പൊളിക്കട്ടെ, പൊളിച്ചടുക്കട്ടെ.